നമസ്കാരം. വിജി തോമസ് ബാബാമ്മയുടെ പുതിയൊരു ക്ലാസ്സുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓണത്തെക്കുറിച്ചും ഓണത്തിനൊരു ആശംസാ പ്രസംഗം എങ്ങനെ നടത്താം എന്നുള്ളതിനെ പറ്റിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് വരാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ജയന്തിയാണ്. അപ്പം ആ ദിവസം നമുക്ക് എങ്ങനെ ഒരു ആശംസാ പ്രസംഗം നടത്താം എന്നുള്ളതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ആശംസാ പ്രസംഗം വേദിയിൽ നടത്താം എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞിരിക്കണം, ഒരു ആശംസാ പ്രസംഗം നടത്താനെ കൊണ്ട് വേണ്ടി നമുക്ക് സമയം വളരെ കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു വേണം ആ പ്രസംഗം അവസാനിപ്പിക്കാനെ കൊണ്ട് വേണ്ടി. ഒന്നാമതായിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ, ആമുഖം നമ്മൾ എങ്ങനെ പറയാമെന്നുള്ളതാണ്. നമുക്കറിയാം, വേദിയിലിരിക്കുന്ന അധ്യക്ഷനും അതുപോലെ തന്നെ സദസ്സിനും ശ്രീനാരായണ ഗുരു ജയന്തി ആശംസകൾ അറിയിച്ചുകൊണ്ട് ഗുരുദേവൻ്റെ ഛായാചിത്രത്തിന് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് വേണം പ്രസംഗം തുടങ്ങാനെ കൊണ്ട് വേണ്ടി. വേദിയിലിരിക്കുന്നവർക്കും സദസ്സിലുള്ളവർക്കും ശ്രീനാരായണ ഗുരു ജയന്തി ആശംസകൾ അറിയിച്ചുകൊണ്ട് ഗുരുദേവൻ്റെ ഛായാചിത്രത്തിന് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് വേണം പ്രസംഗം തുടങ്ങാനെ കൊണ്ട് വേണ്ടി. അതുപോലെ തന്നെ ഗുരുവിൻ്റെ മഹത് വചനങ്ങളായ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് അല്ലെന്നുണ്ടെങ്കിൽ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തനാകുക എന്നുള്ളതായ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ പറയാനെ കൊണ്ട് മറക്കരുത്. രണ്ടാമത് സന്ദേശവും സമത്വവും പറയാനെ കൊണ്ട് മറക്കരുത് എന്തൊക്കെയാണെന്നുള്ളത്. 1888 അരുവിപ്പുറത്ത് നടന്നതായ വിപ്ലവത്തെക്കുറിച്ച് പറയാനെ കൊണ്ട് മറക്കരുത്. നമുക്കറിയാം, ആ വിപ്ലവം എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? അനാചാരങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ പോരാടിയ ഒരു പോരാട്ടം ആയിരുന്നു അരുവിപ്പുറത്ത് നടന്നത്. അത് നമ്മൾ മറക്കാതെ പറയണം. അതുപോലെ തന്നെ വിദ്യ, സമത്വത്തിലേക്കുള്ളതായ ഒരു പോരാട്ടം, വിദ്യയുടെ കാര്യം, അത് പറയാനെ കൊണ്ട് മറക്കരുത്. അതുപോലെ തന്നെ ജാതിക്കും മതത്തിനും അപ്പുറം മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകിയതായ ഒരു വ്യക്തിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രസംഗിക്കുന്നതിനിടയ്ക്ക് അതും നമ്മൾ പറഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യം. ജാതിക്കും മതത്തിനും അപ്പുറമായിട്ട് മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകിയിരുന്നതായ ഒരു മഹത് വ്യക്തി. അവസാനം എത്തുമ്പോൾ ഒരു പ്രസംഗത്തിൽ മാത്രം അവസാനിപ്പിക്കാതെ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ, അദ്ദേഹം പറഞ്ഞതായ വാക്കുകൾ ജീവിതത്തിൽ എത്രമാത്രം ഉൾക്കൊള്ളാനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്, എത്രമാത്രം അർത്ഥവത്താകുന്നു എന്നുള്ളത് പറഞ്ഞു വേണം പ്രസംഗം അവസാനിപ്പിക്കാനെ കൊണ്ട്. അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ശ്രീനാരായണ ഗുരു ജയന്തി ആശംസകൾ അറിയിച്ചുകൊണ്ട് വേണം പ്രസംഗം അവസാനിപ്പിക്കാനുണ്ട്. ആശംസ പ്രസംഗമാണ്, ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല, 3 മുതൽ 5 മിനിറ്റ് വരെ നമുക്ക് സമയം ഉണ്ടാകത്തുള്ളൂ. ഈ 5 മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം പ്രസംഗം പറഞ്ഞ് അവസാനിപ്പിക്കാനെ കൊണ്ട്. അതുപോലെ തന്നെ തുടക്കത്തിൽ ശാന്തമായ രീതിയിൽ ഏറെ ബഹുമാനത്തോടു കൂടി വേണം തുടങ്ങാനെ കൊണ്ട് വേണ്ടി. ശേഷം അദ്ദേഹം നൽകിയതായ സന്ദേശങ്ങളും ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ വാക്കുകളും പറയുമ്പോൾ ഏറെ വ്യക്തതയുണ്ടായിരിക്കണം. അവസാനമായിട്ടെത്തുമ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ശ്രീനാരായണ ഗുരു ജയന്തി ആശംസകൾ അറിയിച്ചുകൊണ്ട് വേണം പ്രസംഗം അവസാനിപ്പിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വേണം നമ്മളൊരു ആശംസാ പ്രസംഗം നടത്താനെ കൊണ്ട് വേണ്ടി. അപ്പോൾ പുതിയതായിട്ട് ആശംസാ പ്രസംഗത്തിന് വേണ്ടി ഒരുങ്ങുന്നവർക്ക് ഒരു നല്ല പാഠമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക, ശേഷം പോയി നല്ല രീതിയിൽ വേദിയിൽ സദസ്സിനെ നോക്കി പ്രസംഗം നടത്തുക. വിജയിക്കട്ടെ നിങ്ങളുടെ പ്രസംഗം.